എത്ര ക്ഷീണാണെങ്കിലും വെയിൽ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ സംസാരിക്കാതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും നമ്മള് ഇപ്പൊ വീട്ടിലുണ്ടാവും ഭയങ്കര ക്ഷീണാണെങ്കിലും നമ്മളൊരു സലാം പറഞ്ഞ അവസ്ഥ മടക്കും. അത് മരണസമയം വരെ സംസാരിക്കാതിട്ടില്ല. എത്ര ക്ഷീണുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം ഉസ്താവ് ഓക്കെയാണ്. അത് വീട്ടിലേക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ വിശദീകരിക്കല്ല. അന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ സാധാരണ ഞാൻ വീട്ടിൽ പോട്ടെ ചെന്നു പോയി വന്നോ അള്ളാഹ് ഹൈറാക്കട്ടെ, ഈ വർത്താനം ലാസ്റ്റ് സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. വ്യാഴാഴ്ച രാവിലെ ഞാൻ ഷമീർ ഫൈസ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ മദ്രസയിൽ പരീക്ഷ എടുക്കാണ്, ഇവിടെ നോക്കാൻ ആളില്ല, ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോ മൂപ്പര് അവിടെ ഒരു പരിപാടിയിലാണ് തോന്നുന്നു പറഞ്ഞത്. പരിപാടിയിലാണ്, അതുകൊണ്ട് ഞാൻ എത്തൂല, ഒന്ന് വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ മദ്രസ പോയിട്ട് 8 മണി തിരിച്ചു വരാറുണ്ട്, ഉസ്താദ് മുണ്ടണില്ല, സംസാരിക്കണേ ഇല്ല അന്ന് രാവിലെ. അപ്പൊ ഞാന് പിന്നെ അടുത്ത ഉസ്താദിന്റെ 2ാമത്തെ മോണ്ട് ഇപ്പൊ ഷമീർ ഫൈസ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ വരുന്നൊന്നുമില്ല, പിന്നെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാന്ന് പറഞ്ഞു. എന്നാ ഉസ്താദിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ ഞാൻ വള്ളമാണോ ചോദിച്ചു. ആ വള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പോകാന്ന് സമ്മതം തന്നിട്ടില്ല രാവിലെ. അങ്ങനെ ഉച്ചയായി. ഉച്ചയോടുകൂടെ രാവിലെ അടിയിൽ പോയി ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്ത് പിന്നെ ഉസ്താദിന്റെ 2ാമത്തെ മോനും ഞാനും ഉണ്ടായിരുന്നത്. അപ്പൊ 2ാമത്തെ മോനും ഞാനും ഉണ്ടായപ്പോ ഓൻ പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി വരാം എന്ന് പറഞ്ഞു. ഓൻ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാന് എന്നുവെച്ചൊരു 10 മിനിറ്റ് നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സൽമാൻ വൈസിനെ വിളിച്ചിട്ട് അടിയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ച്, കാരണം ജീവൻ പോവാൻ ഒറ്റക്കാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഞാൻ ഒറ്റക്കായ പിന്നെ അടിയിൽ പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇവൻ പോകാന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ച് ഇവൻ പോകാൻ അങ്ങനെ ഒരുങ്ങുമ്പോ ഞാൻ അവനോട് പറഞ്ഞു, ഈ ഇപ്പൊ പോയാ പിന്നെ ഞാൻ ഒറ്റക്കേ ഉണ്ടാവുള്ളൂ. അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രാവിലെയും വൈകുന്നേരമാണ് വൃത്തിയാക്കല് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ഹോസ്പിറ്റലിലെ സിസ്റ്റം അങ്ങനെയാണ്. രാവിലെ നഴ്സുമാര് വരും, വൃത്തിയാക്കും, പിന്നെ വൈകുന്നേരത്ത് ചിലപ്പോ അല്ലെങ്കിൽ ആ ദിവസമല്ല പിറ്റേന്ന്. അങ്ങനെ രാവിലെ ഒന്ന് വൃത്തിയാക്കി പോയതാണല്ലോ, പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോയത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഉസ്താദ് നമുക്കൊന്ന് നന്നായിട്ട് വൃത്തിയാക്കുക, ഈ നനച്ചു തോത്തി കൊടുക്കുക, കുളിക്കാനേതായാലും കഴിയില്ലല്ലോ, പനിയല്ലേ, അപ്പൊ മൊത്തം ഒന്ന് നനച്ചു തോത്തി കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ പോണീന്റെ മുമ്പേ എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തുണക്ക ആളുണ്ടാവുമെന്ന് പറഞ്ഞ് ഉസ്താദിനെ ഞങ്ങൾ 2ആളും പിന്നെ കട്ടിൽ വന്ന് പിടിച്ച് പിന്നെ കസാലയിലെത്തിയിട്ട് നഴ്സിനോട് ബെഡ്ഷീറ്റ് പുതിയ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കൊടുന്ന് ബെഡ്ഷീറ്റ് പുതിയ കാര്യങ്ങളൊക്കെ പിന്നെ വിരിച്ച് ഉസ്താദിന്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രമൊക്കെ മാറ്റി ഉസ്താദിന് പുതിയ വസ്ത്രമൊക്കെ എടുത്ത് മറ്റേ കൊടുത്ത് ലെവലായി ഉസ്താദിനെ ഇങ്ങനെ കടത്തി. ഒരു 2 മണിയൊക്കെയാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇഞ്ചു പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഉള്ളതാണ്. അങ്ങനെ അവനോട് പോയിക്കോന്ന് പറഞ്ഞു. 2ാമത്തെ അവനോട് പോയിക്കോന്ന് പറഞ്ഞു. ബാഗിൽ ഇങ്ങനെ സാധനങ്ങൾ ആക്കുമ്പോഴാണ് ഉസ്താദ് ഉസ്മാനെ എന്നൊരു വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, അതിൽ പിന്നെ ഒന്നും മുണ്ടണില്ല. നിങ്ങൾക്ക് എന്താ വള്ളമാണോ ചോദിച്ചു. ആ എനിക്ക് വള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇങ്ങനെ കടത്തിക്കാണ് ഉസ്താദിനെ.